മലപ്പുറത്ത് ക്ഷേത്രങ്ങൾ കയ്യേറുന്നത് തുടർക്കഥയാകുന്നു. പെരിന്തൽമണ്ണ അരക്കുപറമ്പ് താനാക്കുറിശി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രവും സ്വകാര്യ വ്യക്തികൾ കയ്യേറി. ക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് വിശ്വാസികൾ. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുകയാണ്. ശിവദാസ്, കേരളത്തിലെ ക്ഷേത്രങ്ങളെ എമ്പാടും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ മലപ്പുറത്തെ ഈ ക്ഷേത്രങ്ങൾ കയ്യേറുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല, തുടർക്കഥയാകുകയാണ്. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് ചിലർക്ക്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നരസിംഹമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയരുന്നുണ്ടല്ലോ. എന്താണ് ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം? എങ്ങനെയാണ് ഈ ക്ഷേത്രം കയ്യേറുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവരങ്ങൾ? അശ്വതി, ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ നിരവധി ക്ഷേത്രങ്ങളാണ് കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പെരിന്തൽമണ്ണ നരസിംഹമൂർത്തി ക്ഷേത്രം. ഇത് ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ വ്യക്തി ഇവിടെ സ്ഥലം വാങ്ങുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള സ്ഥലം ആദ്യം വാങ്ങുന്നു. അതിനുശേഷം പിന്നീട് ഈ ക്ഷേത്രവും കൂടി നശിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലാണ് മലപ്പുറം ജില്ലയിൽ ക്ഷേത്രഭൂമി കയ്യേറി മാഫിയകൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്ത് ഹിന്ദുക്കൾ കുറവാണ്, ഹിന്ദു വിശ്വാസികൾ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി സംരക്ഷിക്കപ്പെടാതെ പോയത്. ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ചില സ്വകാര്യ വ്യക്തികൾ ഇതിനു ചുറ്റുമുള്ള സ്ഥലം വാങ്ങുന്നു. അതിനുശേഷം ഈ ക്ഷേത്രം പൂർണ്ണമായും ഇടിച്ചു തകർക്കുന്നു. അതിനുശേഷം JCB ഉപയോഗിച്ചാണ് ഇത് പൂർണ്ണമായും ഇടിച്ചു തകർത്തിയത്. ക്ഷേത്രത്തിൻ്റെ സോപാനവും വിഗ്രഹവും ക്ഷേത്രത്തിൻ്റെ മറ്റെല്ലാം തന്നെ മൂടി അതിനു മുകളിൽ പിന്നീട് മണ്ണിട്ട് അത് അവിടെ ഒരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നീട് ഇതിൻ്റെ കൃത്യമായ രേഖകളെല്ലാം തന്നെ വിശ്വാസികൾ അത് കണ്ടെത്തി. അതിനുശേഷം കൃത്യമായി ഇത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിലവിൽ പെരിന്തൽമണ്ണ കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഇതിൻ്റെ കേസ് നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 18 വർഷത്തോളമായി വിശ്വാസികൾ നിയമ പോരാട്ടത്തിലാണ് ഈ ക്ഷേത്രം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി. ഇപ്പോഴും പലപ്പോഴും അനുകൂലമായ വിധി വന്നിട്ടുണ്ട്. 4 തവണ ഇത്തരത്തിൽ അനുകൂലമായ വിധി വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ വ്യക്തികൾ വീണ്ടും കോടതിയെ സമീപിച്ച് ഇതിന് സ്റ്റേ വാങ്ങുന്നു. ഇത് അങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ക്ഷേത്രഭൂമിയിൽ ഈ ഭൂമി വാങ്ങിയവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പോഴും അവർ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോഴും നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ഭക്തർ ഉള്ളത്. ഈ ക്ഷേത്രഭൂമി പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമായി കൈമാറുക എന്നുള്ളതാണ് പ്രധാനമായും വിശ്വാസികളുടെ ആവശ്യം. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ കോടതിയിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും തങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. മലപ്പുറം ജില്ലയിൽ തിരുവോണമല അടക്കമുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഇങ്ങനെ കയ്യേറിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ കയ്യേറിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട ഒരു ഇടം കൂടിയാണ് മലപ്പുറം ജില്ല. ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ കയ്യേറിയും തകർക്കപ്പെട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. അശ്വതി, ശരി, വിവരങ്ങൾ വ്യക്തമാണ്. ശിവദാസ് കർമ്മനം. മലപ്പുറത്ത് ക്ഷേത്രങ്ങൾ കയ്യേറുന്നത് തുടർക്കഥയാവുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഞങ്ങൾ പ്രതിനിധി ശിവദാസ് കർമ്മനം പങ്കുവച്ച വിവരങ്ങൾ.